ഹായ് ഹലോ. അപ്പോൾ ഇന്നൊരു കുക്കിംഗ് വീഡിയോ ആണേ. ഇന്നെനിക്ക് രാവിലെ വലിയൊരു വാള കിട്ടി കേട്ടോ. അപ്പോൾ ഒരുപാട് നാളോട് ഇങ്ങനെ വാള നോക്കും. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള മീനാട്ടോ ഈ വാള, അതുപോലെ തേട്, തെരണ്ടി എന്നൊക്കെ പറയുന്നത്. അപ്പോൾ വാള ഇപ്രാവശ്യം ഇതുവരെയും കിട്ടിയിട്ടില്ല. സാധാരണ ഈ വാവ് സമയത്തൊക്കെ നമുക്ക് വാള കിട്ടും, പക്ഷേ ഇത് ഇതുവരെയും കിട്ടിയിട്ടില്ലായിരുന്നു. അപ്പോൾ ഇന്നിപ്പോൾ കിട്ടുകയും ചെയ്ത് അത്യാവശ്യം നല്ല വിളഞ്ഞ നല്ല വലിയൊരു വാളയുമായിരുന്നു. അപ്പോൾ ഞാനിത് കട്ട് ചെയ്യുന്നതും അതിനെ കറിവേക്ക് നയിക്കുന്നത് കാണിക്കാമെന്ന്. അപ്പോൾ ഞാൻ ആദ്യമേ അതിൻ്റെ വാലൊന്ന് കട്ട് ചെയ്യും കേട്ടോ. ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ ഈ സൈഡിലത്തെ ഇതുണ്ടല്ലോ, അതിൻ്റെ ഈ ചിറക് അത് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ പിടിക്കുമ്പോഴേ അത് ഊരിപ്പോരും കേട്ടോ. ഇതാണ്ടേ, കണ്ടോ, ഇത്രയേ ഉള്ളൂ. ഇങ്ങനെ പിടിക്കുമ്പോഴേ അത് ഊരിപ്പോരും. ഇത് പാടില്ല. കണ്ടോ, ഇതെങ്ങനെ ഊരിപ്പോരും. അത് ഇനി അറ്റത്ത് വരുമ്പോൾ നമുക്കിങ്ങനെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. കണ്ടോ, ഇത്രയേ ഉള്ളൂ അത്. എന്നിട്ട് ഇനി ഞാൻ ചെയ്യുന്നതാണ് ഇതുപോലൊരു സ്ക്രബ്ബർ എടുക്കും. സ്ക്രബ്ബർ എടുത്തിട്ട് അത് വെച്ചിട്ടൊന്ന് ഇങ്ങനെ ഉരച്ച് കൊടുക്കും. അപ്പോൾ ഇതാണ്, നോക്കിക്കേ, ഇങ്ങനെ നമ്മൾ ഈ കട്ട് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ ഈ പല്ലുണ്ടല്ലോ നല്ലപോലെ ശ്രദ്ധിക്കണം കേട്ടോ. കാരണം കയ്യിലൊന്ന് തട്ടിയാൽ മതി, അപ്പോഴത്തേക്കിനേയും കീറിപ്പോവും. ഉണങ്ങാനും ഭയങ്കര വേദനയായിട്ട്. എനിക്ക് 1-2 വട്ടം ഇങ്ങനെ പണി കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ക്ലീൻ ചെയ്യുന്ന സമയത്തേക്ക് അതൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ. ഇനി നമുക്ക് അതുപോലെ തന്നെ ഇപ്പോഴത്തെ സൈഡിലൂടെ ഇങ്ങനെ തേച്ചെടുക്കാതെ. അപ്പോൾ നോക്കിക്കാൻ നമ്മുടെ വാള നല്ല സുന്ദരി കുട്ടിയായിട്ട് കിട്ടിയിട്ടുണ്ടല്ലേ. നല്ല അടിപൊളിയായിട്ട് ക്ലീൻ ചെയ്യാൻ പറ്റും കേട്ടോ. ഇങ്ങനെയും ചെയ്യാം. പിന്നൊരു കാര്യമുണ്ട്, നമ്മുടെ വാളം പുളി ഉണ്ടല്ലോ, വടക്കം പുളിയല്ല, രസത്തിനൊക്കെ എടുക്കുന്നത് ആ പുളി ജസ്റ്റ് ഇങ്ങനെ ഒന്ന് തേച്ചിട്ട് ഇങ്ങനെ പിച്ചാത്തിച്ച് ഇങ്ങനെ തേച്ചാലും പെട്ടെന്ന് ഇളകി വരും. ഞാൻ കൂടുതലും ഇങ്ങനെയാണ് ചെയ്യുന്നത്, സ്ക്രബ്ബർ വെച്ചിട്ട്. ഇനി നമുക്കതിൻ്റെ ഭാഗമൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് കട്ട് ചെയ്തെടുക്കാം. അങ്ങനെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇനിയിപ്പോൾ നമുക്ക് ഇതൊന്ന് കറി പീസാക്കി എടുക്കാം. അപ്പോൾ കുറച്ച് ഞാൻ കറി വെക്കാനും എടുക്കുന്നുണ്ട്, ഒരു 3-4 പീസ് വറുക്കാനും എടുക്കുന്നുണ്ട്. എന്നിട്ട് പിന്നെ ഇനി നമ്മളിത് കഴുകും കേട്ടോ. ഉപ്പിട്ട് നല്ലപോലെ ഇനി ഒന്നുകൂടെ ഒന്ന് വാഷ് ചെയ്യും. ഇനിയിപ്പോൾ ഞാൻ വറുക്കാനുള്ളത് 3-4 വരഞ്ഞ് വെക്കുവാണെങ്കിൽ, ഞാനിപ്പോൾ മീൻ വറുക്കാൻ എടുക്കുന്നുണ്ടെങ്കിൽ മീൻ വെട്ടി കഴിയുന്ന ഉടനെ തന്നെ ആദ്യമേ വറുക്കാനുള്ളത് അരപ്പ് പുരട്ടിയും വെക്കും കേട്ടോ. എന്നിട്ടേ മീൻ കറിയൊക്കെ വെക്കും, മോര് കാച്ചി അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യത്തുള്ളൂ. അപ്പോൾ അതെല്ലാം ചെയ്തിട്ട് വരുമ്പോഴേ നമ്മുടെ മീൻ്റെ നല്ലപോലെ അരപ്പൊക്കെ പിടിച്ച് നല്ല സെറ്റായിട്ടിരിക്കും. അപ്പോൾ ഇതിനകത്ത് ഞാൻ കുറച്ച് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഉപ്പ്, കുറച്ച് വെളിച്ചെണ്ണ, കുറച്ച് കറിവേപ്പില ഇട്ട് നല്ലപോലെ പുരട്ടി വെക്കുവാണ്. ഇനിയിപ്പോൾ ഇത് സൈഡിലോട്ടൊക്കെ മാറ്റി വെക്കാൻ കുറച്ച് നേരം അവിടെ ഇരിക്കട്ടെ. ഇനി ആ സമയം കൊണ്ട് നമുക്ക് മീൻ കറി വെക്കാനുള്ളതെല്ലാം എടുക്കണം. അപ്പോൾ മീൻ കറി വെക്കാനുള്ളതെല്ലാം ഒന്ന് അരിഞ്ഞ് വെക്കാം.
ഇനി നമുക്ക് മീൻകറി വെക്കാനുള്ള സാധനങ്ങളൊക്കെ ഒന്ന് അരിഞ്ഞ് വെക്കാം. അപ്പോൾ ഞാൻ ഒരു തക്കാളി എടുത്തിട്ടുണ്ട്, കുറച്ച് കൊച്ചുള്ളി, ഒരു 2 വെളുത്തുള്ളി, ഒരു 3-4 പച്ചമുളക്, ഒരു കുഞ്ഞ് കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ചട്ടി വെച്ചിട്ട് എണ്ണ ഒഴിച്ചിട്ട് കടുക് പൊട്ടിക്കാം. കടുക് പൊട്ടിച്ച് കടുക് നല്ല പൊട്ടി വരുമ്പോൾ നമുക്ക് ഈ അരിഞ്ഞ് വെച്ചേക്കുന്ന സാധനങ്ങൾ ഇട്ടൊന്ന് വഴറ്റിയെടുക്കാവേ. അപ്പോൾ നമ്മുടെ കടുകൊക്കെ നല്ലതുപോലെ പൊട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് ഈ അരിഞ്ഞ് വെച്ചേക്കുന്നത് കൂടി ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്ത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാമേ. നല്ലപോലെ വഴന്ന് വരുമ്പോഴത്തേക്ക് ഞാൻ 2 കഷ്ണം വടക്കമ്പുളിയും കൂടി ഇതിനകത്ത് ഇട്ട് കൊടുക്കും. എൻ്റെ ഒരു കയ്യിൽ മൊബൈലുണ്ട് കേട്ടോ, അതുകൊണ്ട് എനിക്ക് ഇളക്കാനൊക്കെ ഒരു ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നല്ലപോലെ വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ 2 കഷ്ണം വടക്കമ്പുളിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് ജസ്റ്റ് ഒന്ന് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കും. എന്നിട്ട് മാത്രമേ ഞാൻ പൊടി ഇടത്തുള്ളൂ. അപ്പോൾ ഞാൻ പൊടി ഇട്ടിട്ടുണ്ട്. മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഉലുവാപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി. മല്ലിപ്പൊടി കുറച്ച് ഞാൻ ഇടത്തുള്ളൂ കേട്ടോ, മുളക് പൊടിയോ കുറച്ച് കൂടുതലിടുന്നേ. ഇനി ഇതെല്ലാം കൂടി ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി കഴിയുമ്പോഴത്തേക്കും നമ്മൾ വെള്ളം ഒഴിക്കും. അപ്പോൾ ഇനി നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കാം. നല്ലപോലെ ഒന്ന് തിള വന്നതിന് ശേഷം മാത്രമേ മീൻ പറക്കി എടുത്തുള്ളൂ കേട്ടോ. അപ്പോൾ വെള്ളം കുറവുണ്ടെങ്കിൽ കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കും. അപ്പോൾ നോക്കിക്കാൻ നമ്മുടെ കറി നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഞാനൊരു 2 മിനിറ്റേക്ക് ഒന്ന് നല്ലപോലെ ഒന്ന് വേവിക്കും കേട്ടോ, അരപ്പൊന്ന്. എന്നിട്ട് മാത്രമേ ഞാൻ മീൻ പറക്കി എടുത്തുള്ളൂ. ഇനി നമുക്ക് ഈ കഴുകി വെച്ചേക്കുന്ന മീൻ എടുത്ത് നമുക്ക് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഉപ്പൊക്കെ ഇട്ട് മീനൊക്കെ പറക്കി ഇട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ അടച്ച് വെച്ചിട്ടൊന്ന് വേവിക്കാം. ആ സമയം കൊണ്ട് നമുക്ക് മീൻ വറുക്കാമേ. അപ്പോൾ മീൻ വറുക്കാനുള്ള പാനൊക്കെ ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. എണ്ണ ഒഴിച്ച് കറിവേപ്പില ഇട്ട് മീനൊക്കെ പറക്കി വെക്കുവാണേ. അപ്പോൾ ഈ സമയം കൊണ്ട് നമുക്ക് നമ്മുടെ മീൻകറി എന്തായെന്ന് നോക്കാവേ. അപ്പോൾ നമ്മുടെ മീൻകറി നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ തീ ഇച്ചിരി ഞാൻ കുറച്ച് വെച്ചേക്കും ഒരു 10 മിനിറ്റ്. അപ്പോഴത്തേക്കും മീൻ നല്ലപോലെ തിളച്ച് വെന്ത് മീനും കറിയൊക്കെ നല്ലപോലെ പിടിക്കും. അപ്പോൾ ഞാൻ ഉപ്പ് നോക്കിയപ്പോൾ ഉപ്പ് ഒരു ഇച്ചിരി കുറവുണ്ടായിരുന്നത്. അപ്പോൾ ഇച്ചിരി ഉപ്പ് കൂടെ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് വീണ്ടും ഞാൻ അടച്ച് വെച്ച് ഇതുപോലെ തന്നെ വേവിച്ചെടുക്കും. അപ്പോൾ നമ്മുടെ മീനൊക്കെ സെറ്റായി വരുന്നത് നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാവേ. അപ്പോൾ നമ്മുടെ കറി നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഉപ്പും പുളിയൊക്കെ കറക്റ്റാണ്. ഇനിയിപ്പോൾ ഞാൻ ലാസ്റ്റ് കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചിട്ട് അടച്ച് വെച്ചേക്കും. ഇത്രയേ ഉള്ളൂ മീൻകറി എന്ന് പറയുന്നത്. അപ്പോൾ ആ സമയത്ത് നമ്മൾ മീനൊക്കെ വറുത്ത് വന്നിട്ട് ഇനിയിപ്പോൾ അടുക്കളയിൽ കുറച്ച് പാത്രമൊക്കെ ഉണ്ട്, അതൊക്കെ ഒന്ന് കഴുകിയിട്ട് ഞാൻ ഇപ്പോൾ മേല് കഴുകിയിട്ട് വരാവേ. അങ്ങനെ മേലൊക്കെ കഴിയുമ്പോൾ ഞാൻ ചോറ് കഴിക്കുവാണേ. അപ്പോൾ ഞാൻ ഫുഡ് കഴിക്കുന്ന സമയത്ത് നമ്മുടെ കിളിക്കുട്ടന്മാരെയും കൂടെ ഇറക്കി എടുത്തിട്ട് അവർ കൂടെ കുറച്ചൊരു പാത്രത്തിൽ ചോറിട്ട് കൊടുക്കും. അവരും എൻ്റെ അപ്പുറത്തിരുന്ന് കഴിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ നല്ല വാളക്കറിയും വാള വറുത്തതും ഇരുമ്പുള്ളി അച്ചാറൊക്കെ കൂട്ടി കഴിക്കുവാണെങ്കിൽ അപ്പോൾ ഞാൻ വീട്ടിൽ കറി വെക്കുന്ന രീതിയാണ് ഞാൻ ഇട്ടത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാണെന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ.